കൊച്ചിയിലേക്ക് പോകണം. അവിടെ BJP സംസ്ഥാന നേതൃയോഗം നടക്കുന്നുണ്ട്. അവിടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ വലിയ തർക്കമുണ്ടായിട്ടുണ്ട്. ഭരണാധികാരിയായ നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയതാണ് തർക്കത്തിന് കാരണമായത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ നാരായണൻ നമ്പൂതിരി ശ്രമിച്ചുവെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാക്കളായ MT രമേശ്, PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ എന്നിവർ വിട്ടുനിന്നു. പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന നിർദ്ദേശത്തിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ കോഴിക്കോട് പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട്. BJPയിൽ കുറുവ സംഘം എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ലേബി സജീന്ദ്രനും സിനോജ് തോമസും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ലേബിയിലേക്ക്. ലേബി, നേതൃയോഗത്തിൽ രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യോഗമെന്ന് K. സുരേന്ദ്രൻ പറയുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി അത് നാരായണൻ നമ്പൂതിരിക്കെതിരെ ആയുധമാക്കുന്നു, ഒപ്പം നേതൃത്വത്തിനെതിരെ ആയുധമാക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിനീത, സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഭരണാധികാരികളുടെ ശില്പശാലയാണ് സംഘടിപ്പിച്ചത് എങ്കിലും പാലക്കാട്ടെ തോൽവിക്ക് ശേഷം ആദ്യം നടത്തിയ യോഗമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയായി വന്നു. അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കടന്നു വന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഔദ്യോഗികമായി അല്പസമയത്തിനകം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എങ്കിലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം ഇതുതന്നെയാണ്. ഇന്നത്തെ യോഗത്തിൽ, ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം വിളിക്കണം എന്നുള്ള ഒരു ആവശ്യം PK കൃഷ്ണദാസ് പക്ഷം ഉന്നയിച്ചിരുന്നതാണ്. അത് നിരാകരിച്ചുകൊണ്ട് ഇന്നത്തെ ഇത്തരത്തിൽ സംഘടന കാര്യവുമായി ബന്ധപ്പെട്ട യോഗം വച്ചതിൽ പ്രതിഷേധിച്ചായിരിക്കണം അവർ മൂന്നുപേരും, അതായത് PK കൃഷ്ണദാസ്, ഒപ്പം AN രാധാകൃഷ്ണൻ, MT രമേശ്, ഇവർ മൂന്നുപേരും യോഗത്തിൽ വന്നതില്ല. ഇവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ബാക്കി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രാവിലെ 10:30 ആരംഭിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം വിളിച്ച് ഇലക്ഷന്റെ തോൽവി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സംഘടനാ കാര്യവുമായി, ഇന്നത്തെ സംഘടനാ കാര്യം എന്ന് പറയുമ്പോൾ അടുത്ത മാസം സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. താഴെ ബൂത്ത് തലം മുതൽ മുകളിലേക്കുള്ള സംഘടനാ തിരഞ്ഞെടുപ്പിൽ എത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വേണം എന്നുള്ള കാര്യം വിലയിരുത്താനാണ് യോഗം വിളിച്ചു ചേർത്തത്. എങ്കിലും ഈ യോഗത്തിൽ നാരായണൻ നമ്പൂതിരിക്ക് അടക്കമുള്ളവർക്കെതിരെ വിമർശനം ഉയർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീത, അതുപോലെ തന്നെ രാവിലെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോട് നമ്മൾ കോഴിക്കോട്ടെ പോസ്റ്റർ വിവാദത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. കുമ്മനം രാജശേഖരനോടും നമ്മൾ ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അത് സംസ്ഥാന അധ്യക്ഷൻ പറയും എന്ന് പറഞ്ഞു. ശോഭാ സുരേന്ദ്രനാകട്ടെ വളരെ സൂക്ഷിച്ചു തന്നെയാണ് ഇന്ന് പ്രതികരിച്ചത്.